ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതാ സുഖമായിട്ടിരിക്കണു. അപ്പൊ ഇന്നിവിടെ സൺഡേ ആണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ വീടൊന്ന് അടുക്കി പറക്കി വൃത്തിയാക്കണം എന്ന് ആഗ്രഹം വന്നു. കുറേ അലുക്കുലത്തെ സാധനങ്ങൾ ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റോർ റൂം കുറേ ഉള്ളതുകൊണ്ട് എല്ലാ സ്റ്റോർ റൂമും നിറച്ച അലുക്കുലത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് എല്ലാം ഒന്ന് കളയാനുള്ളതൊക്കെ കളഞ്ഞ് ഡൊണേറ്റ് ചെയ്യാനുള്ളതൊക്കെ ഡൊണേറ്റ് ചെയ്ത് ഒരു റീഅറേഞ്ചിങ് ഓഫ് എ ഹൗസ്. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. അവരെന്താ എടുക്കണേ നോക്കാം കേട്ടോ. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്ന് സിദ്ദിഖ പറഞ്ഞിട്ടില്ലേ, അതേപോലെ നമ്മുടെ കുട്ടികൾ നമ്മളോടൊരു ആവശ്യം കുറേ നാളുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. പിന്നൊരു സൺഡേ ആയതുകൊണ്ടും നമ്മൾ താഴെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ പിള്ളേർക്ക് ബോറടിക്കാതിരിക്കാനും നമ്മൾ പിള്ളേർക്ക് കൊടുത്തൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ഇത്. ഇതെന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ബെഡാണ്, ബാംബു ബെഡ് എന്നാണ് പേര്. ഈ ടോപ്പറോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായി പണ്ട്. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തുവിട്ട പിള്ളേർക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രസമല്ലേ, അവരപ്പോൾ ആ ഒരു സ്ലിങ്ങി അപ്പുറം ഇപ്പുറം കെട്ടിയിട്ട് അതിൻ്റെ മേലേക്കിടെ ഹൈ ജമ്പ് പോലെയാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് കണ്ടപ്പം എനിക്കും ഓഫ് കോഴ്സ് ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഞാനും അതൊന്ന് ട്രൈ ചെയ്തു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, നല്ല അടിപൊളി സംഭവമാണ്, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. എനിക്കും അത് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയായിരുന്നു കേട്ടോ കൊതിയാവുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കളിക്കാൻ നമ്മൾ അവസരം കൊടുത്തിട്ട് നമ്മൾ നേരെ താഴേക്ക് വന്നു. താഴെ നമ്മൾ കുറേ അലക്കുലത്ത് റീസൈക്കിൾസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ആമസോണിൽ നിന്ന് ആയിക്കോട്ടെ, കടകളിൽ കൂടെ ആയിക്കോട്ടെ, എന്തെങ്കിലും നല്ല വിലയുള്ള സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കവേഴ്സ് അങ്ങനെ കളയാറില്ല. ആ ബോക്സേപ്പടി ഞാൻ വെക്കാറുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്റ്റും ആ ബോക്സും ഒരുമിച്ചാണ് ഞാൻ എപ്പോഴും വെക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ റിട്ടേൺ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാറണ്ടി ഉള്ള സാധനങ്ങൾ എസ്പെഷ്യലി ഞാൻ അങ്ങനെ അങ്ങ് വെച്ചേക്കും. അപ്പോൾ പിന്നെ റെസിപ്റ്റ് തപ്പി നമുക്ക് നടക്കണ്ടല്ലോ. ആ ബോക്സ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റെസിപ്റ്റും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്തു. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ഓർഗനൈസിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മുറിയുടെ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റോയിച്ചിന് അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളിയാക്കി അടുക്കി പൊറുക്കി വെച്ചു. down here പൊറുക്കി വെച്ചു. ഇവിടെ റാക്കുകളൊക്കെ എടുത്ത് വെച്ച് കിസാൻ അവിടെ വെച്ചു, അയൺ സ്റ്റാൻഡ് അവിടെ വെച്ചു. ഇഷ്ടംപോലെ സ്പേസ്. ഇത് ഞങ്ങളുടെ സെൻട്രൽ വാക്കമിന്റെ സാധനമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലോണ്ടറി റൂമിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫർണസ് റൂമിന്റെ സ്റ്റോർ റൂം ക്ലീൻ ആക്കാൻ വന്നിരിക്കുകയാണ്. ഒന്നും പറയരുത്, പക്ഷെ ഞാൻ അടിപൊളിയായിട്ട് കവർ ചെയ്തു, അതാണ് എൻ്റെ മിടുക്ക്. ഓക്കെ, എനിവേസ് ഫർണസ് റൂം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ഫർണസ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അതൊക്കെ അവിടെ വെച്ചാൽ എൻ്റെ കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ബുക്കാണ്. പഠിക്കൊന്നുമില്ല, ഇന്ന് വരെ അത് വായിച്ചിട്ടില്ല. എൻ്റെ അപ്പ എനിക്ക് സ്നേഹത്തോടെ തന്ന മോളെ നീ ഇത് പഠിക്ക്, കമ്പ്യൂട്ടറിൻ്റെ എല്ലാം മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ അതൊന്ന് തുറന്നു പോലും നോക്കിയിട്ടില്ല. ഇടയ്ക്കെങ്കിലും വീടൊക്കെ ഇതേപോലെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് അത് അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ, നമ്മൾ അതിനെപ്പറ്റി മറന്നു പോകും. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ നിധികളൊക്കെ കിട്ടുന്നത്. അതേപോലെ ഞങ്ങൾക്കും കുറേ സാധനങ്ങളൊക്കെ കിട്ടി, മറന്നുപോയ കുറേ സാധനങ്ങൾ, അതേപോലെ കളയാനുള്ള കുറേ സാധനങ്ങളും കിട്ടി. അപ്പോൾ കളയാനുള്ളതെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു, മറന്നുപോയ അല്ലെങ്കിൽ നിധികളെല്ലാം നമ്മളെടുത്ത് സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സൺഡേയിലെ നമ്മുടെ ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കഴിഞ്ഞു. കാരണം നമുക്കിനി ഇപ്പോൾ 4 മണി അടുത്തായി. നമുക്കിനിയിപ്പോൾ വീട്ടിൽ പോകണം. അമ്മ വിളിച്ചു. അമ്മയുടെ വണ്ടി റോയിച്ചും പണിത് കൊടുത്തത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ പണിത് കൊടുത്തത് കൊണ്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികളെല്ലാം തീർത്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇനി എവറി സൺഡേസ് മാത്രമേ റോയിച്ചിന് അവധിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എവറി സൺഡേസ് നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ഏരിയ ആയിട്ട് ക്ലീനപ്പ് ചെയ്ത് വീടൊന്ന് റീഅറേഞ്ച് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോയി ഫുഡ് കഴിക്കണം. അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോയി നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.